എമ്പുരാനെതിരെ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ബിജെപിയിൽ ആശയക്കുഴപ്പം. ആർഎസ്എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും എമ്പുരാനെതിരെ പ്രചരണം ശക്തമാക്കി. എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു. എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ പരസ്യ പ്രതികരണം വന്നു. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാർ നേതാക്കളിലും മണികളിലും ആശയക്കുഴപ്പമാണ്. പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബിജെപി വിമർശനമുണ്ടെന്ന സിനിമാവലോകനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത്. എമ്പുരാനെതിരായ സൈബർ ആക്രമണവും തുടങ്ങി. പക്ഷേ വ്യാപക ആക്രമണം തുടങ്ങും മുൻപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാന് പിന്തുണ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എമ്പുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നമസ്കാരം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ രാഷ്ട്രീയ പ്രമേയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ലാലേട്ടനും പൃഥ്വിരാജുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന സിനിമയിൽ രാഷ്ട്രീയമായ ചില പ്രമേയങ്ങളുണ്ട് എന്നും ചില തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാവുമ്പോൾ ബിജെപിയും ആർഎസ്എസും ഒക്കെ ഒരുപോലെ എമ്പുരാനെ എതിർക്കുകയാണ്. എന്നാൽ ബിജെപി സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ചില വ്യക്തിത്വങ്ങൾ ഇതിനെ ഒരു സിനിമയായി തന്നെ കാണണമെന്നും തീർച്ചയായും ആ സിനിമ പോയി കാണുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നിരവധി വിമർശനങ്ങൾക്കിപ്പോൾ കാരണമായിട്ടുണ്ട്. എന്താണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആ സിനിമയിൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് ആളുകൾ പലതും സിനിമ കാണാതെയാണ് പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ എന്നുള്ളതാണ്. സിനിമയിൽ പറയുന്നത് ആധുനിക രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ ചില മാധ്യമങ്ങളും ചില വ്യക്തിത്വങ്ങളും ഒക്കെ തന്നെ അതിനെ തെറ്റായ പ്രചരണം നൽകിക്കൊണ്ട് ആ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ചില ആളുകൾ ഈ സിനിമ ചെയ്ത ഇതിലെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിനെ നടന്മാർ തന്നെ വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മാപ്പ് അപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള രീതിയിലുള്ള അപ്രോച്ച്മെൻറ്റ് കൂടി വന്നതോടുകൂടി സിനിമയുടെ ഡീഗ്രേഡ് എന്ന് പറയുന്ന ആ ഒരു തന്ത്രം ഇപ്പോൾ വളരെയധികം ഫലിച്ച രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയെ കാണുമ്പോൾ അതിനൊരു സിനിമയായി തന്നെ കാണുക. അതിൽ പറയുന്ന രാഷ്ട്രീയത്തിനെ നിങ്ങൾ എന്തിനാണ് സങ്കല്പത്തിലേക്ക് എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ വളരെ പക്വതയോടെയാണ് ബിജെപിയിലെ ചില നേതാക്കൾ കൈകാര്യം ചെയ്തത് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളതും രമേശിനെ പോലെയുള്ളവരൊക്കെ വളരെ കൃത്യമായ രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ മറ്റു ചില നേതാക്കൾ ഇതിനെ വളരെയധികം ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും ഇതിന് മറ്റു ബന്ധങ്ങളുണ്ട്, പുറത്തുള്ള ജിഹാദുമായിട്ട് ബന്ധമുണ്ട്, തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ഈ ഒരു രീതിയെ അപ്രോച്ച് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളത് മറ്റൊരു തരത്തിൽ പറയാവുന്നതാണ്. ഏതായാലും ഇവരുടെ ചില ഒപ്പീനിയൻസ് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും വി മുരളീധര പക്ഷത്തെ പ്രധാനിയുമായ പി രഘുനാഥ് രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ പ്രമേയം ശുദ്ധ അസംബന്ധമാണ്. PFIയും IS പോലുള്ള ഭീകര സംഘടനകളെ വെള്ളപൂശുന്ന പ്രമേയമെന്ന് ഫേസ്ബുക്കിൽ രഘുനാഥ് തുറന്നടിച്ചു. രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന സംശയവും അദ്ദേഹം ഉന്നയിക്കുകയാണ്. പിന്നാലെ എമ്പുരാനെ കുറിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനെ പിന്തുണച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് രംഗത്തെത്തി. പി രഘുനാഥിന്റെ നിലപാട് തള്ളുകയാണ്. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിൽ ഇറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്? ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. എമ്പുരാൻ എന്ന സിനിമ ചർച്ചയായപ്പോൾ എമ്പുരാനെ ഒരു സിനിമയായി കാണാനും അതിലെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനുമാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ നിരവധി വിമർശനങ്ങൾ നേരിടുമ്പോഴും ആ വിമർശനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് സിനിമയെ സിനിമയായി കാണുക എന്നുള്ള പക്വതയുള്ള നിലപാടുകളാണ് ബിജെപിയിലെ ചില മുതിർന്ന നേതാക്കന്മാരെടുത്തത് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പക്ഷേ നിരവധി വിമർശനങ്ങൾ നേരിടുമ്പോൾ ഇവരുടെ അഭിപ്രായങ്ങളും ഒരു പക്ഷേ സൈലൻ്റായി പോകുന്ന നിലയിലേക്ക് മാറുകയാണെന്നുള്ളതാണ്. ഈ സിനിമ കണ്ടുവന്നപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ പൊക്കി പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ ചിന്താഗതിയെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചു പോകുന്ന നല്ല ഒരു സിനിമയാണ്. കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ആളുകൾക്ക് തിരുത്താൻ പറ്റിയ സിനിമയാണ്. തിരുത്തുക, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ ഇടക്കാലങ്ങളിൽ ഏറ്റവും നല്ല സിനിമ എന്ന തരത്തിലേക്ക് അത് ഉയരാനും സാധ്യതയുണ്ട്. അത്രയും ഉയരുക എന്നുള്ള തരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ സിനിമയെ അടിച്ച് ഡീഗ്രേഡിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേജർ രവിയെ പോലെയുള്ളവരുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മോഹൻലാലിനെ വെളുപ്പിച്ചുകൊണ്ടും സിനിമയിലെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് മറ്റൊരു തരത്തിലേക്ക് വഴിത്തിരിവിലേക്ക് അത് മാറ്റുന്നത്.
കൂടാതെ മോഹൻലാൽ ഈ സിനിമയെ കണ്ടിട്ടില്ല, ഈ സിനിമ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ ചെയ്തു പോയതാണ് എന്ന തരത്തിലാണ് മോഹൻലാലിനോട് അടുത്ത് നിൽക്കുന്ന മേജർ രവിയുടെ ഈ ഒരു പരാമർശം വരുമ്പോൾ മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചതാണ് എന്ന തരത്തിലേക്കാണ് അത് മാറുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയെ വളച്ചൊടിക്കുകയും സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനും ഒരു കടുത്ത കൂട്ടം തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമ കണ്ടപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടിയെയോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തോന്നിയില്ല. അത് പ്രത്യേകിച്ചും എല്ലാ ആധുനിക രാഷ്ട്രീയത്തിലെ പല തന്ത്രങ്ങളെയും പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. പക്ഷേ ഒരു പാർട്ടിയെയും അത് ഫോക്കസ് ചെയ്യുന്നില്ല, എല്ലാ പാർട്ടിയെയും വിമർശിക്കുന്നുണ്ട്, ഒരുപോലെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ സിനിമകളും വിമർശനാത്മകമായ സൃഷ്ടികളും ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴല്ലേ തെറ്റുകൾ തിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക്